മോനെ അമ്മനെ ഒന്ന് സഹായിച്ചോടെ. എപ്പോഴും പോങ്കുത്തിരിക്കല്ലേ. അമ്മമ്മ ഒന്ന് പോയേ. മോനെ മോനെ എപ്പോഴും ടി വി കണ്ടിട്ട് ഇരിക്കല്ലേ മോനെ. അമ്മ ഇവിടെ തുണിയലൊക്കെ ഉണ്ട്. ആ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടാ എന്താണ്? മോനെ അമ്മ അവിടെ തുണിയലക്കണേ ഒന്ന് വിരിച്ചു കൊണ്ടുപോലെ അവിടെ ചെന്ന്. അല്ല അമ്മമ്മക്ക് ഇതൊക്കെ ചെയ്യാമല്ലേ? ഞങ്ങളോട് പറയണ എന്തിനാണ് ഇതൊക്കെ എപ്പോഴും? വേറെ പണിയൊന്നുമില്ലല്ലോ. പെൺകൊച്ചുങ്ങളെ കുടുംബത്തിലെ പണിയെടുക്കാൻ പഠിക്കണം. എന്താണ് ഇവിടെ? മമ്മിക്ക് പണിയെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ? ഇല്ല. എന്താണ് ഈ അമ്മമ്മ പറയണേ? ഞങ്ങളോട് ചെയ്യാൻ ഈ വീട്ടിലെ പണിയൊക്കെ. അമ്മക്ക് എന്താണമ്മേ? അമ്മക്കോട് ഓരോരുത്തിരുന്നാ പോരെ? പിള്ളേരുടെ മുഖത്തോട് വരുന്ന എന്തിനാ എപ്പോഴും? പണിയൊക്കെ ഞാനല്ലേ ചെയ്യണം. ഞാൻ തന്നെ ചെയ്തോളാം. അമ്മ അമ്മയുടെ കാര്യം നോക്കിയിരിക്കാൻ നോക്കും. മമ്മി, എനിക്ക് പുതിയ ഫോൺ വേണം. പുതിയ ഫോണാ? അതെന്തിനാണ്? നിന്റെ ഫോൺ നല്ലതാണല്ലോ. എൻ്റെ ഫോണാ? ക്ലാസ്സിലെല്ലാവരും ഐഫോണാണ് ഉപയോഗിക്കണം. ഞാൻ മാത്രമുള്ള ഈ പൊട്ട ഫോൺ ഉപയോഗിക്കുന്നത്. പപ്പറോട് ഞാൻ പറയാം. താങ്ക് യു. റിയെ, ഇത് ചെയ്യണ ശരിയാണോ? ഞാൻ എന്ത് തെറ്റാണ് ഇപ്പൊ ചെയ്തത്? പിള്ളേര് പറയണ സാധനങ്ങൾ മേടിച്ചു കൊടുത്താലേ അത് നാശത്തിനായിട്ട് വരും. പിള്ളേരെ ഇല്ലായ്മ അറിയിച്ചു വേണം വളർത്താൻ. അമ്മ എന്ത് വർത്താനമാണ് ഈ പറയണത്? പിള്ളേർക്ക് പിന്നെ നമ്മളല്ലാണ്ട് വേറെ ആരാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണത്? അവർക്ക് പറയണ സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് അവര് വഷളായി പോകും. എന്റെ മക്കളാരും വഷളാവൂല. നമ്മളാ ഇല്ലായ്മയിൽ വളർന്ന് എന്നും പറഞ്ഞ് നമ്മുടെ മക്കളായി ഇല്ലായ്മ അറിയിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അവർക്ക് വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നത്. നമ്മളല്ലാണ്ട് പിന്നെ ആരാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കണത്? പിള്ളേരെ പട്ടിണിക്കിടാനല്ല പറഞ്ഞത്. മക്കളുടെ ആവശ്യത്തിന് പോണില്ലേ? അതുപോലെ അവർക്ക് പുതിയതിന്റെ ആവശ്യത. ഇപ്പൊ അമ്മ വെള്ളം എടുക്കാൻ വന്നല്ലേ? വെള്ളം എടുത്തോണ്ട് പോവാൻ നോക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വ്യക്തിത്വം ഉണ്ട് അല്ലെ? ചോറല്ലേ? ഇപ്പൊ തരാട്ടാ. ചോറല്ല പിന്നെ ചപ്പാത്തി വേണോ? ഇതിപ്പോ തീരും, എന്നിട്ട് ഉണ്ടാക്കി തരാട്ടാ. എനിക്ക് തിന്നാൻ തരാനല്ല പറഞ്ഞത്. സന്ധ്യാസമയമാണ്. ഈ സമയത്ത് എല്ലാവരും കൂടി പ്രാർത്ഥിക്കാനാണ് വേണ്ടത്. ഒരേ വാർത്തകൾ കേട്ടില്ലേ? മക്കളെ അപ്പനെയും അമ്മനെയും കൊല്ലണതും കള്ളും മയക്ക് മരുന്നുമായിട്ട് നടക്കണതും കൂടപ്പുറപ്പിനെ പോലും വേണ്ടാത്ത കണ്ണുകൊണ്ടാണ് നോക്കണത്. ഇങ്ങനെയൊക്കെ വരുന്നത് ചിട്ടയില്ലാണ്ട് വളർന്നിട്ടാണ്. മാതാപിതാക്കന്മാരെ തല്ലിയും പിണങ്ങിയും വളർത്തുന്ന മക്കളെ ഇതുപോലെ വരില്ല. പിള്ളേര് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വളർത്തുന്ന അപ്പനും അമ്മമാരുമാണ്. ഇതൊന്നും ഇല്ലാണ്ട് വരുമ്പോഴാണ് പിള്ളേരൊക്കെ നശിച്ചു പോണത്. ഈ കുടുംബം ഇങ്ങനെ പോകണമെങ്കിൽ വാർത്തയിൽ കാണുന്ന പോലെ തന്നെയാവും ഈ വീട്.